അങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിലെ അവസാന തരിമണിയും കയ്യിന്ന് പോയ അവസ്ഥയാണ് കോൺഗ്രസിന്. പറഞ്ഞു വന്നത് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വിയുടെ ദയനീയ തോൽവിയും BJPയുടെ അട്ടിമറി വിജയവും തന്നെയാണ്. ഇതോടെ ഒരു കാര്യം ഉറപ്പായി, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന് അധികം ആയുസില്ലെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ സസ്പെൻസ് ത്രില്ലർ ആയിരുന്നില്ലേ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്? ഹിമാചലിൽ 6 കോൺഗ്രസ് MLA മാരും കോൺഗ്രസ് സർക്കാരിന് പിന്തുണ നൽകിയ 3 സ്വതന്ത്രരും BJPയെ സഹായിച്ചതോടെയാണ് ആ സസ്പെൻസ് ത്രില്ലറിന് ക്ലൈമാക്സ് ഉണ്ടായത്. കോൺഗ്രസിന്റെ മനസ്സ് എപ്പോഴും കാവ്യക്കൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഏറെക്കുറെ പ്രിഡിക്റ്റഡ് ആയിരുന്നു. പക്ഷെ കൂട്ടത്തോടെ BJPയെ സഹായിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ക്രോസ് വോട്ട് ചെയ്ത് പോട്ടേന്ന് വെക്കാം. ഇപ്പോൾ കോൺഗ്രസിന്റെ 6 MLA മാരെ കാണാനില്ലെന്നാ കേൾക്കണേ. പണ്ടുള്ള ആൾക്കാർ പറയും നാടകത്തിൽ നിന്ന് മുങ്ങുന്നതും സിനിമയിൽ പൊന്തുന്നതും സർവ്വസാധാരണമാണെന്ന്. അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് MLA മാർ മുങ്ങുന്നതും BJP ഷോളിട്ട് അടുത്ത ദിവസം പൊങ്ങി വരുന്നതും. അഭിഷേക് സിംഗ്വിക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ സങ്കടം. രാത്രി തനിക്ക് ഒപ്പം ഇരുന്ന് ചിരിച്ച് കളിച്ച് ഭക്ഷണവും കഴിച്ച് സെൽഫി എടുത്ത് പോയവർ തന്നെ BJPക്ക് വോട്ട് ചെയ്ത് കണ്ടതിലാണ്. കുറ്റം പറയാൻ പറ്റൂല, ആർക്കായാലും വിഷമില്ലാതിരിക്കുമോ? ഇനി ഇതിൽ പ്രതിഷേധിച്ച് സിംഗ്വി BJPയിലേക്ക് പോകുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. കോൺഗ്രസിന്റെ പൊതു സ്വഭാവം അങ്ങനെയാണല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്ത എന്താണെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി രാജ്യസന്നദ്ധ അറിയിച്ചു. കോൺഗ്രസ് സർക്കാരിനെതിരെ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. 68 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 40 അംഗങ്ങളും BJPക്ക് 25 അംഗങ്ങളും കൂടാതെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രമുള്ള സാഹചര്യത്തിൽ വിജയം ഉറപ്പിച്ചിടത്താണ് BJPയുടെ അട്ടിമറി നടന്നത്. കോൺഗ്രസിലെ യൂദാസുകളുടെ കാരുണ്യത്താലുള്ള ഒരു അട്ടിമറി വിജയം. അപ്പൊ പിന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഊഹിക്കാലോ, ചവിട്ടിയിറക്കുന്നില്ല നല്ലത് സ്വയം ഇറങ്ങി പോകുന്നതാണെന്ന്. അതുകൊണ്ട് അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. പിന്നെ കുറച്ച് MLA മാരും മിസ്സിംഗ് ആണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ കണക്കിന് പോയാൽ സോണിയാഗാന്ധിയെ വരെ എങ്ങനെ വിശ്വസിച്ച് രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. ഈ ജാതി ടീമുകളെ ഇനിയും വിശ്വസിച്ച് ജയിപ്പിച്ച് കയറ്റിവിടുന്ന ജനങ്ങൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ജയിപ്പിച്ച് വിടുന്ന കോൺഗ്രസ്സുകാർ നാളെ BJP നേതാക്കളാണ്. നമ്മുടെ കൊല്ലം MP പ്രേമേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോൾ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ നാട് നീളെ. പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു വിട്ട UDF MP മോദിയെ വാഴ്ത്തി നടക്കുന്നത്. അതോർത്താൽ നന്ന്. ഈ വേളയിൽ അടുത്ത ലിസ്റ്റിൽ സതീശനും കുമ്പുക്കുടിയും കൂടി കൈകോർത്ത് BJPയിലേക്ക് എന്നൊരു കരക്കമ്പി കൂടി ഉണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങൾ ജയിപ്പിച്ചാലും ആട് പ്ലാവില കണ്ടാൽ കൂടെ പോകുന്ന പോലെ പണം കണ്ടാൽ കൂടെ പോകുന്ന കോൺഗ്രസിന് വിശ്വസിച്ച് വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്ന്.